നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാര്യ ഇന്നലെ അന്തരിച്ചു. ഇന്ന് രാവിലെ മറുകയും ആ മഹതിയുടെ ഖബറിനെ അല്ലാഹുവേ നീ വീതി വിസ്താരിക്ക് കൊടുക്കുക. എന്നുവെൽ പാപങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ നമുക്ക് ആൾക്കാരില്ല. അത് അള്ളാഹു തീരുമാനിക്കുക. ഉണ്ടെങ്കിൽ അതിലെ പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഓണം കാലഘട്ടമാണ്. ഇന്ന് ഞായറാഴ്ച. റേഷൻ കടകൾ സാധാരണഗതിയിൽ ഞായറാഴ്ച അവധിയാണ്. ഓണം വരുന്നുകൊണ്ടും ജനങ്ങൾ ദേശീയ ആഘോഷമായി കൊണ്ടാടുന്ന ഓണം വരുന്നതുകൊണ്ടും ചൊവ്വാഴ്ച ദിവസം പ്രവാചകൻ്റെ ജന്മദിനമായി ഓൾ ഇന്ത്യ ബേസ് അവധിയായതുകൊണ്ടും സർക്കാർ ഈ ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കി പ്രഖ്യാപിച്ചു. സ്വാഭാവികമാകും. പക്ഷേ അത് ഒരു വിഭാഗം വർഗീയ കോമരങ്ങൾ നാം നമ്മുടെ മതത്തോട് അല്പം സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ അല്പം ചായ കാണിക്കുക, അല്ലെങ്കിൽ അനുകമ്പ കാണിക്കുക, ഒന്നും തെറ്റല്ല. നമ്മുടെ മതത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ പ്രവർത്തിക്കുക, അതും തെറ്റില്ല. പക്ഷേ അതൊരു വർഗീയമായിട്ട് ഉപയോഗിക്കരുത്. ഞാൻ പറയാൻ കാരണം, അതിന് ഒരു വിദ്വാനില്ല. കുറേ ചാനലുകൾ പറഞ്ഞറിയുമോ, ഞായറാഴ്ച വർക്കിംഗ് ആയിക്കൊണ്ട് ചൊവ്വാഴ്ച നബിദിനത്തിന് അവധി കൊടുത്തു. സാധാരണ കേൾക്കുന്ന സാധാരണക്കാർ ചോദിക്കും, ഇതൊരു അനീതിയാണ്. അപ്പോൾ നബിദിനമായതുകൊണ്ടല്ല ഞായറാഴ്ച അവധി കൊടുത്തത്, വർക്കിംഗ് ആക്കിയത്. ഈ ഓണം വിശേഷാൽ ദിവസങ്ങളുള്ളതുകൊണ്ടാണ്. ആ സമയത്ത് ഒരു ദിവസം അവധി എടുക്കാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. തന്നെയുമല്ല, ക്രിസ്തീയ സമുദായത്തിന് ഞായറാഴ്ച കംപ്ലീറ്റ് അവധി കൊടുക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് ഇത് ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെ പ്രധാന ദിവസം വെള്ളിയാഴ്ച അരമണിക്കൂർ ഉച്ചയ്ക്ക് ഇൻ്റർവെൽ കൂടുതൽ കൊടുക്കത്തുള്ളൂ. വേറെ ആനുകൂല്യമൊന്നുമില്ല. അരമണിക്കൂർ, 2 മണിക്കൂർ, 2 മണിക്കൂർ, അരമണിക്കൂർ ദൈർഘ്യമുണ്ട്. ശരിയാണ്, അതിനൊക്കെ ആവശ്യമുള്ളൂ. അത് പോരാന്നും പറയുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയ വളർത്തി പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരഭോജികളോട് എന്താ പറയുക? ഞാൻ മുസ്ലിം സമുദായത്തിലെ സംഘടനകളോട്, പ്രത്യേകിച്ച് ജമാഅത്ത് കൗൺസിലൊക്കെ ഒരു അഭ്യർത്ഥന, ഒരു കാര്യം സൂചിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ശനി ഞായർ കേരളത്തിൽ അവധിയാണ്. തുടർച്ചയായിട്ട് 2 ദിവസം അവധി വരാണ്. കാരണം സർക്കാർ ഓഫീസിനെ കൊണ്ട് സാധാരണക്കാർക്ക് ഒരു ഉപയോഗമില്ല. ആകെ ഉപയോഗമുള്ളത് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും പിന്നെ ഭരണകക്ഷികളായ ചില രാഷ്ട്രീയ നേതാക്കൾക്കാണ്. വേറെ സാധാരണക്കാരന് ഒരു ഉപയോഗമില്ല. എങ്കിലും ചില കാര്യങ്ങൾ സർക്കാർ ഓഫീസിൽ നിന്ന് മാത്രം നേടിയേ തീരൂ. അങ്ങനെ വരുന്ന അപൂർവം ചില കാര്യങ്ങൾക്ക് അത് മാത്രമേ ജനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അത് ഈ 2 ദിവസം തുടർച്ച അവധിയായാൽ, ഇപ്പോൾ വെള്ളിയാഴ്ച ലീവ് എടുക്കും, ശനി ഞായർ അവധി, ഇപ്പോൾ തിങ്കളാഴ്ച കൂടി ലീവ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൊവ്വാഴ്ച വന്നാൽ മതി. മൊത്തം 4 ദിവസം ഒരു വീട്ടിൽ പോയി സുഖമായിട്ട് കഴിയാം. തെറ്റില്ല. മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ കഴിയുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവൻ സർക്കാർ ജോലിക്കാരാണ്, സർക്കാർ ജനങ്ങളുടെ സേവകനാണ്. അങ്ങനെ സേവകൻ അങ്ങനെ അവധി എടുത്ത് പിന്നെ ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാം, ശമ്പളം ഇല്ലാത്ത അവധി എടുക്കാം. അപ്പോൾ പെരുന്നാൾ കാലഘട്ടത്തിൽ ഈ കാലാകാലങ്ങളായി നിലാവിനെ മാത്രം ആസ്പദമാക്കി, നിങ്ങൾക്കറിയില്ല, പിന്നെ സോളാർ സിസ്റ്റം ഉണ്ട്, ലൂണാർ സിസ്റ്റം ഉണ്ട്. സോളാർ സിസ്റ്റം സൂര്യനെ ആസ്പദമാക്കുക. അതാണ് ക്രിസ്തുമസ് എന്നും ഡിസംബർ 25. ഏത് ദിവസമായാലും കുഴപ്പമില്ല, ഡിസംബർ 25 ഫിക്സാണ് അത്. അതേസമയത്ത് മുസ്ലിങ്ങളുടെ പെരുന്നാളെങ്കിൽ അത് ലൂണാർ കലണ്ടർ ആസ്പദമാക്കുക. ലൂണാർ കലണ്ടർ ആകുമ്പോൾ 365 ദിവസം ഉണ്ടെങ്കിൽ, പക്ഷേ ഈ കലണ്ടർ 360 ദിവസമുള്ളൂ. 5.25 ദിവസം കുറവാണ് ഇസ്ലാമിക് കലണ്ടറും മറ്റേ അറബ് കലണ്ടറുമായിട്ട്. അപ്പോൾ ഏതാണ്ട്
5 ദിവസം പറയുമ്പോൾ 155 80 വർഷം കൊണ്ട് ഒരു കൊല്ലം തന്നെ മാറി വരും. 8 40 ഒരു 70-75 വർഷം കൊണ്ട് 7-5-30 ഇവിടെ കൃത്യം ഒരു 70 വർഷം കൊണ്ട് ഒരു കൊല്ലം തന്നെ മൊത്തം മാറുന്നുണ്ട്. അങ്ങനെ മാറി വരുന്നത് അതാണ്. അങ്ങനെ അതിൻ്റെ കാരണം വെച്ചാൽ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണ്. അത് ഏതാനും മണിക്കൂറുണ്ട്. അതേ സ്ഥാനത്ത് നോമ്പ് ആചരിക്കുന്നത് ഒരു മാസമാണ്. ഒരു ചന്ദ്രപക്കം മുതൽ അടുത്ത ചന്ദ്രപക്കം വരിക. അപ്പോൾ ഒരു മാസം. മുസ്ലിങ്ങളുടെ ആൾക്കാണെങ്കിൽ 30-29. അപ്പോൾ ലോകത്ത് പകല് 2.25 മണിക്കൂർ മാത്രം പകലുള്ള രാജ്യമുണ്ട്. 2.25 മണിക്കൂർ മാത്രം രാത്രിയുള്ള രാജ്യമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഏതാണ്ട് 12 കണക്കാണല്ലോ. ചെറിയ വ്യത്യാസമുള്ളൂ, 1/2 മണിക്കൂർ വ്യത്യാസം. ഇതങ്ങനെയല്ല. 2.25 പോയിട്ട് 22.75 21.25 മണിക്കൂർ വ്യത്യാസമുണ്ട് രാത്രിയിലും പകലും. അവരോട് നിരന്തരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ 27 ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അതുകൂടിയൊക്കെ കണ്ടുകൊണ്ടാണ് അതിൻ്റെ പൂർവിക പ്രവാചകനാണെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു ആരാണെങ്കിലും അങ്ങനെ ലൂണാർ കലണ്ടർ ആശ്രമം. അതാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് 2 ദിവസം അവധി അവിടെ നിലാവിനെ ആസ്പദമാക്കിയതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ദിവസം മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഒരു ദിവസം പിന്നെ ഒരു ദിവസം പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെ അതിന് പകരമായിട്ട് ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ അറിയോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണല്ലോ ഈ വിഷയമുള്ളൂ. ബാക്കി ബിസിനസ്സുകാർക്കൊക്കെ അവന് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും വരാൻ പോയതില്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടാണ്. സർക്കാർ ജോലിക്ക് പോയിരിക്കാൻ പറ്റില്ല. പക്ഷേ അത് 15 ദിവസം മുതൽ 24 ദിവസം 21 ദിവസം വരെയായിട്ട് ഏൺഡ് ലീവ്, അതായത് ശമ്പളത്തോടുകൂടി ലീവുണ്ട്. അധ്യാപകർ 15 ദിവസം, മറ്റുള്ളവർക്ക് 21 ദിവസമായിട്ടുണ്ട് കണക്ക്. അധ്യാപകർ 2 മാസം അവധികളുണ്ട്. അപ്പോൾ 21 ദിവസം അവധിയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളത്തോടുകൂടി ഈ പെരുന്നാൾ വരുമ്പോൾ 2 ദിവസം ലീവ് എടുത്താൽ എന്താ കുഴപ്പം? അവൻ ശമ്പളം കിട്ടും, പണിക്ക് പോയും വേണ്ട. പിന്നെ എന്തിനാണ് സാർ ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് കയ്യെ കാൽ തിരുമ്മി ഞങ്ങൾക്ക് നാളെ കൂടി അവധി വേണം, 2 ദിവസം അവധി വേണം, 3 ദിവസം അവധി വേണം എന്ന് പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പം നിങ്ങൾ തന്നെ സർക്കാർ അംഗീകരിക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ടടോ എന്ന് പറഞ്ഞാൽ മതി. ഇത് എല്ലാ കൊല്ലം പതിവാണ്. നാളെ പെരുന്നാളായിരിക്കും, ആവില്ല, മറ്റന്നാളാവും, അപ്പം നാളെ അവധി, മറ്റന്നാൾ അവധി, പ്രശ്നം ഒക്കെയാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മൊയ്തീൻ വേറൊരു കാര്യം ഇപ്പം പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. പറ്റുന്നില്ല. ശരി ഞായർ അവധിയാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കറിയുള്ളൂ ശമ്പളത്തിൻ്റെ, അതായത് സർക്കാർ വരുമാനത്തിൻ്റെ 90% ഏതാണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും അവർക്ക് പെൻഷൻ കൊടുക്കാനും ലോൺ എടുത്തതിൻ്റെ പലിശ കൊടുക്കാനാണ്. ബാക്കി കേവലം 10% റവന്യൂ, അത് സർക്കാർ വരുമാനത്തിൽ 10% മാത്രമാണ് പ്രോത്സാഹജനകമായിട്ട് വികസനാത്മകമായി ചെയ്യുന്നത്. അതുകൊണ്ട് 6-7% കൈക്കൂലായിട്ട് പോകണം. ബാക്കി 3% ഭൂമിയിലേക്ക് വരുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടിക്കലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അറിയാമല്ലോ, 100 രൂപ സർക്കാരിന് വേണ്ടി പിരിക്കുമ്പോൾ ഒരു 3 രൂപയാണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടാൻ ചെയ്യുന്നത്. ബാക്കി 97 രൂപയും ശമ്പളം കൊടുക്കാനും പലിശ കൊടുക്കാനും കൈക്കൂലി കൊടുക്കാനും പിന്നെ കിമ്പളം ഇട്ട് പോകണം. അത് പിന്നെ ഏത് ഏജൻസി വെച്ചാൽ പോരെ? അവന് 20% കമ്മീഷൻ കൊടുത്താലും ബാക്കി 80% സർക്കാർ കിട്ടുമല്ലോ. എത്ര ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ് അതൊക്കെ. ഒരു പ്രൈവറ്റ് ഏജൻസി കൊടുക്കുക, നിങ്ങൾക്ക് കളക്ഷൻ 20% നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അവരെ ഭംഗിയായിട്ട് കാശ് വെച്ച് കഴിഞ്ഞാൽ പണം അടക്കും. 80% സർക്കാർ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കണേ. ഒരു ബുദ്ധിമുട്ട്, കുറച്ച് മനുഷ്യത്വം, കുറച്ച് പ്രായോഗിക വശങ്ങളും വേണം. മാത്രമല്ല സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റ് വേണം, കടപ്പാട് വേണം, ബാധ്യത വേണം, ഉത്തരവാദിത്തം വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞത് ഈ ശനി ഞായർ അവധിയാണ്, വെള്ളിയാഴ്ച അരമണിക്ക് ലീവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സർക്കാരിനോട് പറയാം, ന്യായമായിട്ട് വർഗീയമല്ല, വെള്ളിയാഴ്ച അവധിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ശനിയാഴ്ച വർക്കിടയാക്കിയാൽ ഞായറാഴ്ച അവധി. അപ്പോൾ പബ്ലിക്കിന് തുടർച്ചയായിട്ട് 2 ദിവസം ഒഴിവ് കിട്ടില്ല. വെള്ളിയാഴ്ച അവധി കൊടുത്താൽ ശനിയാഴ്ച വർക്ക്, അപ്പോൾ അത് കാര്യം നടക്കും. ഇത് വെള്ളിയാഴ്ച ശനി ഞായർ അവധി ആകുമ്പോൾ എന്ത് പറ്റുന്നത്? ശനി ഞായറാഴ്ച പിന്നെ 2 ദിവസത്തേക്ക് അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ലീവ് എടുത്ത് പോകുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ജമാഅത്ത് കൗൺസിലിനോ മുസ്ലിം സംഘടനകൾക്കോ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്കോ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ ഇല്ല, രാഷ്ട്രീയ പാർട്ടിയിലെ മുസ്ലിം നേതാക്കളൊന്നും ഒന്നും പറയില്ല, മതത്തിൽ ഒന്നും പറയില്ല, അറിയില്ല, കള്ളന്മാരാണെല്ലാം, അങ്ങനെ പറയാം. വാസ്തവത്തിൽ ഇത് പറയേണ്ടത് ഇവിടുത്തെ അമുസ്ലിം സമുദായമാണ്.
മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കേണ്ട മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന മുസ്ലിങ്ങളോട് അങ്ങനെ ചെയ്തു നോക്കിയേ. ആ ചെയ്ത് എന്തൊരു ഭംഗിയായിരിക്കും ഇവിടെ. ഇപ്പോൾ കാസർഗോഡ് ഒരു ഹിന്ദു പുരുഷൻ്റെ മൃതദേഹം ഒരു മുസ്ലിം സ്ത്രീ ദഹിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞു. അതിലെന്തോ മാത്രം ആരോപണമൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ ഇപ്പോൾ വിളിച്ചു പറയാണ് അയൽപക്കത്തെ ക്രിസ്ത്യൻ മരിച്ചാൽ ഹിന്ദു മരിച്ചാൽ അവർ അനൗൺസ് ചെയ്യാണ്. അനൗൺസ് പറഞ്ഞിരിക്കുകയാണ്, ചെയ്യണം. അവിടെ ജാതി മതമൊന്നുമില്ലൊക്കെ നമ്മുടെ നാട്ടുകാർ സഹോദരങ്ങളുമാണ്. വിശ്വാസത്തിൽ മാത്രമാണ് ജാതി മതമുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും വളരെ ഒന്നാണ്. വിശ്വാസം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. അതാണ് അള്ളാഹുവും പറഞ്ഞത്, നിങ്ങൾക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം, പ്രവാചകനും അതിൻ്റെ ഭാഗം. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം സംഘടനകൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ സർക്കാരോടോ ഇങ്ങനെ ഒരു നിവേദനം കൊടുക്കാം. അത് അവകാശമായിട്ടല്ല, ഇങ്ങനെ ചെയ്താൽ പബ്ലിക്കിന് ഏതായാലും 2 ദിവസം അവധി കൊടുക്കണം. പണ്ട് ശരിയൊരു വർക്കിംഗ് ഡേ 5-7 ദിവസം, മൺഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ 6 ദിവസം വർക്കിംഗ് ഡേ, അത് 5 കുറച്ച്. അതൊക്കെ ഓരോരുത്തർ അപ്പോഴത്തെ കാര്യം വിശദമായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ സർക്കാരോട് പറയാം ഇങ്ങനെ ഒരു ചെയ്തു തരണം. അത് വർഗീയമല്ല, ജാതീയതയല്ല. അത് പറയുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്യണം മുസ്ലിം ഇന്ന് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ സംവരണത്തെക്കുറിച്ച് ഇന്ന് ഒരു മഹാൻ പറഞ്ഞു, ജാതി സംവരണം മതസംവരണം വേണ്ട, സാമ്പത്തിക സംവരണം മാത്രം മതി. നേരിട്ട് നോക്കുമ്പോഴേ നല്ലൊരു ആശയമല്ലേ സാമ്പത്തിക സംവരണം എന്ന് പറയുമ്പോൾ. സാധാരണ ചിന്തിക്കുമ്പോൾ, ഉൾക്കാഴ്ചയില്ലാതെ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ അത് നല്ലൊരു സിസ്റ്റമായിട്ട് തോന്നാം, തെറ്റില്ല. പക്ഷെ അതിൻ്റെ അപകടം പതിക്കുന്നതയോ, എന്തിനാണ് സംവരണം കൊടുത്തുള്ള സംവരണം നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ഭൂരിപക്ഷം എന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്, ഒരു ജാതികൾക്ക് ജനങ്ങളുടെ മുൻപിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണല്ലോ. വെറും പണം ഉണ്ടാക്കുന്ന ജീവിതമാർഗമല്ല. വെറും പണം ഉണ്ടാക്കുന്ന ജീവിതമാർഗമാണെങ്കിൽ സർക്കാർ ഈ പാവപ്പെട്ട പിന്നൊക്കെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ OBC-കാർക്കൊക്കെ പണം കൊടുത്താൽ പോരെ, അവർ ബിസിനസ് കാശുണ്ടാക്കില്ലേ. അപ്പോൾ കാശുണ്ടാക്കല്ല. ഇനി അതിന് ഉദാഹരണം എന്തും പറയാലും എത്ര പറഞ്ഞാലും ഈ മണ്ടന്മാർ കേൾക്കില്ലല്ലോ. വർഗീയ തീവ്രത വന്നിട്ട് ഒന്നും കേൾക്കില്ല. അതൊരു എൻ്റെ ചെറിയ ഉദാഹരണം സിമ്പിളായിട്ട് പറയാം. ഒന്ന് ഞാൻ പലവാറും പറഞ്ഞു തരാം. ഒന്ന് കഴിഞ്ഞ ഹിന്ദു ബനാറസ് സർവകലാശാലയിൽ ജഗജ്ജീവൻ റാം എന്ന് പറഞ്ഞ ആൾ ഉദ്ഘാടന പ്രതിമ ഉദ്ഘാടനം കഴിഞ്ഞ് കാലിൽ കയറിയപ്പോൾ തന്നെ ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്, 19 വർഷം മുമ്പാണ്. അദ്ദേഹം ആരായത്? രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി, കോടാനുകോടീശ്വരൻ. അപ്പോൾ അധികാരമില്ലാത്തതുകൊണ്ടാണോ, പണമില്ലാത്തതാണോ? ഇല്ല, അംഗീകാരമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ അംഗീകാരമുണ്ടോ. ജനതാദൾ നാഷണലിസ്റ്റ് എന്ന് പാർട്ടി പറയുന്നത് അധികാരമല്ല ലക്ഷ്യം, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അധികാരം. അപ്പോൾ എന്താണ് ലക്ഷ്യം? ഇത് തന്നെ, അംഗീകാരമാണ്. നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇന്നും നൂറ്റാണ്ട് കഴിച്ചിട്ട് ഇന്നും അതിൻ്റെ അവസ്ഥ. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗാർഗെ ഇതുപോലെ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പരാതി കേട്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഗാർഗെ പണമില്ലേ, സ്ഥാനമില്ലേ, AC പ്രസിഡന്റല്ലേ, ചുരുക്കി പറയണം. ഒരുപാട് എല്ലാ നിലക്കും പണമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അംഗീകാരമില്ല. ആ അംഗീകാരം വേണ്ട. അതാണ് ഞങ്ങൾ പറയുന്നത് മറ്റ് പാർട്ടികളായിട്ട് ഞങ്ങൾ വ്യത്യാസം. വിഷയത്തിലേക്ക് വരുമ്പോൾ അപ്പം അങ്ങനെ സാമൂഹ്യമായിട്ട് അതമ്പച്ച് കിടക്കുന്ന എന്നാൽ ഇന്ത്യയിലെ പൂർവികരായ ഒരു പറ്റമല്ല ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അവനെ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ ഉയർന്നു വരുന്നതിന് വേണ്ടി താൽക്കാലികമായി ചെയ്ത ഒരു സംവിധാനമാണ് സംവരണം. സംവരണം താൽക്കാലികമാണ്, സ്ഥിരമല്ല. അപ്പോൾ ഈ സംവരണം സാമ്പത്തികമാകണം, ജാതി വേണ്ട എന്ന് പറയുന്ന കോമരങ്ങളോട് പറയുന്നത്, നിങ്ങൾ കണക്ക് നോക്ക്. അതിൽ പറഞ്ഞു നിങ്ങൾ ജാതി അടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കിയിട്ട് ഏതെല്ലാം സമുദായത്തിന് അവൻ്റെ അർഹതപ്പെട്ട സ്ഥാനം കിട്ടിയിട്ടുണ്ടോ നോക്കി. ഒരു സംവരണം വേണ്ട, അത് നോക്കൂല. ഈ സംവരണം വേണ്ട എന്ന് പറഞ്ഞാൽ 10% വരുന്ന അതിലെ 1% വരുന്ന ഫാസിസ്റ്റുകൾ വന്നറിയോ, അതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കില്ല. ഞങ്ങൾക്ക് സാമ്പത്തിക സംവരണം വേണം, മതി. ഏത് മെറിറ്റിൽ കിട്ടുന്ന 50% അതിൽ 10% വീണ്ടും സാമ്പത്തികം ഇല്ലാത്തവർക്ക്.
സമ്പത്തില്ലാത്തവർ മുന്നോക്ക ജാതിക്ക് 10% സംവരണം കൊടുക്കാൻ പറഞ്ഞ പാർലമെന്റ് പാസ്സാക്കി അന്ന് തന്നെ ഇവിടെ ഈ പിണറായി സഖാവ് അത് നിയമമാക്കി. ജാതി സെൻസ് നടത്താൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് വരും വേണ്ടിയില്ല കേരളത്തിൽ. രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഖാർഗെ പറഞ്ഞത്, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേക സവർണ നേതാക്കൾ അവർ വേണ്ടിയില്ല. അത് 10% സംവരണം കൊടുക്കുമ്പോൾ അവർ അതും വേണ്ടിയില്ല, അവർ കൊടുത്തോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് എന്നുള്ളത്. ഇതൊന്നും അറിയാതെ, കഥ അറിയാതെ ആട്ടം കാണുന്ന മലയാളികളെ അല്ലെങ്കിൽ ഭാരതീയരെ ഇതിലൊന്നും മനസ്സിലാക്കുക. നമ്മൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാർത്ഥി അത് നിലത്ത് ഇരുന്ന് ബെഞ്ചിലിരുന്നിട്ട് ചാണകം തീറ്റിയാണ്. എന്തൊരു വിരോധാഭാസമുണ്ട്. കാരണം പിണറായി വിജയൻ്റെ ഭാഷ പറഞ്ഞാൽ അത് വേസ്റ്റ് അല്ലേ, എന്താണ് ഫിസിക്കൽ വേസ്റ്റ്, ശാരീരിക പിന്നെ മാലിന്യമല്ലേ, അത് തീറ്റിക്കണം. പരിഷ്കരാജ് ഇതിനെതിരെയൊക്കെ സംസാരിക്കുക ഇന്ത്യയിൽ പിന്നെ മുന്നോക്ക സമുദായത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലെ ഒരു കുഞ്ഞെങ്കിലും പ്രതികരിക്കുന്നുള്ളൂ. ഇതൊക്കെ അനാചാരമാണ്, അനാവശ്യമാണ്, അശാസ്ത്രീയമാണ് എന്ന് പറയാൻ ഹിന്ദു സമുദായത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും പറയുന്നുണ്ടോ, എതിർക്കുന്നുണ്ടോ? അതുകുറിച്ച് മുസ്ലിം സമുദായം എത്രയാണ്? മുസ്ലിം സമുദായം നിങ്ങളുടെ കാര്യങ്ങളിൽ സമുദായത്തിൽ ആരും വന്നാൽ പരസ്യമായിട്ട് എതിർക്കുന്നുണ്ടല്ലോ. നിങ്ങളും വലിയ കൊട്ടിഘോഷിക്കുന്ന ഹിന്ദു സമുദായത്തിലെ ബുദ്ധിജീവികളെ നിങ്ങളുടെ വായിലെ നാക്ക് എവിടെയാണ്? വേണ്ടതില്ല. അവരിലും ആചാര പ്രമാണിത്വം വേണം. വിവാഹം കഴിച്ച തലേ ദിവസം, വിവാഹം കഴിച്ച അന്ന് രാത്രി തമ്പുരാൻ കൈകാര്യം ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ സുഖമല്ലത്. 10-18 വയസ്സുള്ള പെൺകുട്ടി അവിടെ കിട്ടി ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ അത്രയും വലിയ സുഖം വേറെ ഉണ്ട് ലോകത്ത്. അങ്ങനെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുമെന്ന് ആലോചിക്കുന്നവരാണെന്ന് അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഏത് ജാതിയായാലും. അപ്പോൾ സംവരണം കൊടുത്തതിന് ഉദ്ദേശം ഇങ്ങനെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല, ജോലി കിട്ടാൻ, ജീവിതമാർഗ്ഗമല്ല. ജീവിതമാർഗ്ഗത്തിന് ഇന്ത്യൻ കറൻസി മതിയല്ലോ. ഇന്ത്യയിലാണെങ്കിൽ പണമുണ്ടെങ്കിൽ ജീവിതമാർഗ്ഗമാവില്ലേ? ജീവിതമല്ലോ, പണമല്ല, അംഗീകാരമാണ്. അപ്പം അതിന് വേണ്ടി കൊട്ടിഘോഷിക്കുന്ന ഒരു പറ്റം വിവരം പറയുന്നത് സാമ്പത്തിക സമാനം. പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊരു പത്രം മുഖപ്രസംഗം, റെയിൽവേ അപകടം ഉണ്ടാകുന്നത് ഈ സംവരണം വെച്ച് യോഗ്യത പറഞ്ഞ ആ ദളിതിനെയൊക്കെ ഉദ്യോഗത്തിൽ കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതിയ പത്രക്കാരൻ്റെ കൂടെ ആരെയും മറക്കാൻ പഠിപ്പിക്കണ്ട, ഒക്കെ ഓർമ്മയുണ്ട്. കാലം മാറിയെങ്കിൽ ഒരു പുരോഗതിയിൽ മാത്രമല്ല, 2000-ന് മുമ്പ് 1950 2000 കാലത്തൊക്കെ പോയിട്ട് 1950 മുമ്പുള്ള ആ നശിച്ച അന്ധകാര യുഗത്തിലേക്ക്, ഡാർക്ക് ഏജിലേക്ക് ഇന്ത്യ മഹാരാജ്യം വളരുകയും പോയിക്കൊണ്ടിരിക്കുക. അത് പോകുന്നത് കണ്ട് ആസ്വദിക്കണം വിഭാഗം. തിരുത്താനല്ല ശ്രമിക്കുന്നത്, ആസ്വദിക്കണത്. എന്തെങ്കിലും പറയണ്ടേ എന്തെങ്കിലും. നമ്മുടെ പ്രധാനമന്ത്രി മെയ് 18 നോർവേയിൽ ചെന്നപ്പോഴേ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 1ാം സ്ഥാനമാണ് നോർവേ. അത്ര വലിയ രാജ്യമൊന്നുമില്ല. ഇന്ത്യ അത് ഏതാണ് 157ാമത്തെ സ്ഥാനമാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാനൊക്കെ താഴെ പോകും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയിൽ. അവിടെ ഒരു വെറും ചെറിയ പത്രപ്രവർത്തക 10,000 കോപ്പി ചിലവാകുന്ന ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു. ആരും ഉത്തരം കൊടുക്കാതെ നമ്മുടെ പ്രധാനമന്ത്രി ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് പത്രമാധ്യമ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ അവർ വിശാലമായിട്ട് ഇന്ത്യയിൽ പലതും പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, അവിടെ വന്ന് പത്രമാധ്യമ സാധ്യതയെക്കുറിച്ച് എന്ത് പറയുന്നു, അതേക്കുറിച്ച് പറയാൻ അബു ജോർജ്, അത് CB ജോർജ് ഒക്കെയാണ്. CB ജോർജ് പാലക്കാരാണ് മെയിൻ ആളായത്. മലയാളികൾ ക്രിസ്ത്യാനി ആയിരിക്കില്ല അങ്ങനെ സ്ഥലത്ത്, പ്രയാസമില്ല. അതെങ്ങനെയാണ് പണ്ടത് ഇപ്പോഴും ഏത് ഗവൺമെൻറ് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ പലരും പറഞ്ഞു കൊള്ളി, പക്ഷെ ഒന്നും ഇതിന് ഉത്തരം പറഞ്ഞില്ല. കോട്ടെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സംവരണ വിരുദ്ധരായ ബുദ്ധിജീവികളെ തെമ്മാടികൾ എന്ന് പറയാൻ പറ്റില്ല, പറയേണ്ടി വരുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. എന്തിനാണ് സംവരണം? സംവരണത്തിൽ ലക്ഷ്യമെന്ത്? ആ ലക്ഷ്യം നിറവേറാൻ സാധിക്കുന്നുണ്ടോ? നിറവേറിനെക്കുറിച്ച് പരീക്ഷ നടത്തുന്നുണ്ടോ? നിങ്ങൾ പരീക്ഷ നടത്തി കണക്ക് നോക്കണം. അതാണ് ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ വളരെ വേണ്ടി സന്മത്തമായി പറഞ്ഞു. ജാതി സെൻസസ് വേണമെന്ന് ഏതോ ഒരു ബുദ്ധിജീവി പറഞ്ഞിട്ടാണ്. അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ദോഷമുണ്ട്, മെറിറ്റുണ്ട്, ഡീമെറിറ്റുണ്ട്. ആ ഒരു കഴിഞ്ഞ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനിലേക്ക് ആ ഒരു വാക്ക്
പിന്നെ ഇവിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ വലിയ ക്ഷീണം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, പാമ്പിൻ്റെ ഏരിയയാണ് തവള. തവളയെ രക്ഷി പാമ്പിന് ഇഷ്ടാവില്ല. പാമ്പ് തവളയേക്കാൾ ശക്തമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അത് പറയുമ്പോൾ ഇവിടുത്തെ ഒരുപിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗമുണ്ടല്ലോ, അവർ സമ്മതിക്കൽ മാത്രമല്ല മറ്റ് ഫയലുകളെല്ലാം തകർത്ത് കളയും. ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഒരു ജഡ്ജി വിധിക്കുമ്പോൾ അത് എഴുതാൻ ക്ലർക്കുണ്ട് അവിടെ. അപ്പോൾ ജഡ്ജി അത് വിളിച്ചറിയോ? ഹാങ്ങിങ് നോട്ട്. വിധിയിൽ പറഞ്ഞതാണ് ഹാങ്ങിങ് നോട്ട് കഴിഞ്ഞാണ് കോമയിടുന്നത്. ലെറ്റ് ഹിം ഗോ, പൊയ്ക്കോട്ടെ, അവരെ കൊല്ലണ്ട, പൊയ്ക്കോട്ടെ എന്ന്. ഹാങ്ങിങ് നോട്ട് ലെറ്റ് ഹിം ഗോ. ഈ ക്ലർക്ക് എഴുതിപ്പോൾ എന്തെന്നറിയോ? ഹാങ്ങിങ് കഴിഞ്ഞ് കോട്ടെ, കോമയിട്ട്. ഒരു വ്യത്യാസമല്ല, കോമ ഒരു വാക്ക് മുൻപിട്ടു. ഹാങ്ങിങ് തൂക്കിക്കൊന്നുള്ളൂ, നോട്ട് ലെറ്റ് ഹിം ഗോ, വിടണ്ടാന്ന്. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലത്തെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളാണ് ഈ സമ്പന്ന വർഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗ വൃന്ദങ്ങളിൽ കാണുന്ന ഫയൽ നീങ്ങുമ്പോൾ. ഭരിക്കുന്ന ഗവൺമെൻറ് എന്തെങ്കിലും പ്രോത്സാഹജനകമായ അല്ലെങ്കിൽ മാതൃകാപരമായ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൊണ്ട് കിട്ടുന്ന നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തിൽ വ്യഭിചരിക്കും, എന്ന് വെച്ചാൽ മാറ്റിക്കൊള്ളിക്കും. മന്ത്രിക്ക് എപ്പോഴാ പോയിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നടമാടുന്ന കാര്യമാണ്. എങ്ങനെ നടമാടാക്കി? ഒരു കാര്യം പറയാം. നമ്മൾ റോഡ് ടോറസ് എന്നൊക്കെ പറയും, ഈ 10-12 വണ്ടികൾ. ഈ വണ്ടികൾ കരിങ്കല്ല് കയറ്റി അന്ന് ഹൈ റേഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കൊച്ചി പ്രദേശത്തേക്ക്, കൊച്ചി തീരത്തേക്ക് വരുന്നുണ്ട്. 100 ആയിരക്കണ വണ്ടികൾ ഈ മാറമട തൊഴിലാളി ഉടമസ്ഥന്മാരാണ്. അതിൽ 16 ടൺ കയറ്റാനാണ് അനുവാദം കൊടുത്തത്. അത് 40 ടൺ വരെ കരിങ്കല്ല് കയറുമ്പോൾ 40 ടൺ വരും. അത് വരുമ്പോൾ നമ്മൾ ഞാൻ ചോട്ടെ, ഒരു ത്രാസ് മാക്സിമം തൂക്കാൻ പറ്റുക 1 ടണ്ണാണ് വയ്ക്കുക. ആ 1 ടൺ തൂക്കാൻ പറ്റുക ഇതിലേക്ക് ഇപ്പോൾ വേവ് പിടിച്ചാണെങ്കിൽ നമ്മൾ 2 ടൺ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ആ മെഷീൻ കേട് വരും, മെഷീൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ റോഡ് കപ്പാസിറ്റി 16 ടൺ 20 ടണ്ണൊക്കെ ആണെങ്കിൽ ഇത് 40 ഇരട്ടി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റോഡ് ഇങ്ങനെ ഞെരിയും. അങ്ങനെയാണ് ഇപ്പോൾ ആ ഞെരിയും മെറ്റലെടുക്കുമ്പോൾ അവിടെ അടുത്ത വണ്ടിയിൽ മാത്രം ഒന്നിട്ട് അങ്ങനെ തെളിച്ച് കട്ടയാകുന്നു. അപ്പോൾ റോഡ് സംരക്ഷണം സർക്കാർ ചെയ്താൽ പോരാ, സർക്കാർ ചെയ്താൽ പോരാ, ഈ നിയമം കൂടി നോക്കണം. ഞാൻ ഉദാഹരണം അതാണ്. പക്ഷേ ഈ വണ്ടി ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? വടക്കേ ഇന്ത്യയിൽ കൽക്കരി കരികളിൽ നിന്ന് ഗോഡൗണിലേക്ക് അല്ലെങ്കിൽ തീവണ്ടിയിലേക്ക് അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി കൽക്കരി വെയിറ്റ് കുറവല്ലേ. അപ്പോൾ 16 ടൺ എന്ന് പറഞ്ഞാൽ അത് 10 ടൺ പോലും ഉണ്ടാവില്ല. അതിന് വേണ്ടി ഉണ്ടാക്കിയ ബോഡി വണ്ടിയാണത്. അതാണ് ഇവിടെ കൽക്കരിയേക്കാൾ 100 ഇരട്ടി വെയിറ്റുള്ള ഇരുമ്പ് കരിങ്കല്ല് വെയിറ്റ് വരുന്നത്. അപ്പോൾ നിയമം ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഈ നോക്കേണ്ട കാര്യങ്ങൾ എന്തു വന്നാലും ഉദ്യോഗ ബന്ധം സമ്മതിക്കില്ല. അതാണ് ഇഷ്ടം. ആരോട് എന്ത് പറയും? ഇപ്പോൾ മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫസ്റ്റ് കണ്ടെയ്നർ കയറിയതിൽ ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളി അതിൽ അഭിമാനം കൊടുക്കും. പക്ഷേ മാതൃഭൂമി ചെന്ന് കുത്തിപ്പൊക്കി അതിൻ്റെ പത്തനംതിട്ടക്കാർ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി ചോദിച്ചപ്പോൾ അവർ ഇല്ലല്ല, ഞങ്ങൾ കയറ്റത് ഈ പിന്നെ ഉണക്ക ഭക്ഷ്യസാധനങ്ങളാണ് എന്നാണ്. അപ്പം മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ബഹുമാനത്തോടെ പറയട്ടെ, സതീശൻജിയെ സാധാരണ ഒരു മുഖ്യമന്ത്രി പോലെയല്ല ജനങ്ങൾ കാണുന്നത്. കുറച്ച് പ്ലസ് ആണ്, കുറച്ചും കൂടി നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റേ CP ജോണിലൊക്കെ സാധാരണ മന്ത്രി പോലെ. പക്ഷെ അത് നിങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് അടുത്തു വരുന്നില്ല, മാത്രമല്ല പ്രതീക്ഷ നശിപ്പിച്ചതാണ്. നിങ്ങൾ വായിൽ വന്ന ഓരോ വാക്ക്, ഞാൻ പറഞ്ഞല്ലോ, അക്ഷരങ്ങൾ ചേർന്നാൽ വാക്കുകളാവും, വാക്കുകൾ ചേർന്ന് വാചകമാവും. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. അതിന് വ്യാഖ്യാനം ഞാൻ പറഞ്ഞ പല വാക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വായിൽ നിന്ന് ഓരോ വാക്കിനും ഒരുപടി അർത്ഥതലങ്ങളുണ്ട്, ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചോട് പറയാം. കുറച്ച് സംസാരിച്ചാൽ മതി. നിങ്ങൾ കൂടുതൽ കുറച്ച് സംസാരിക്കുക, ശ്രദ്ധിച്ച് സംസാരിക്കുക. ഉമ്മൻചാണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് സംശയം തോന്നിയ പുള്ളി എന്ന് എടുത്തു വയ്ക്കുന്നറിയോ? പുള്ളിക്ക് ചിന്തിക്കാൻ സമയം കിട്ടപ്പെട്ടില്ല, പുള്ളി ചോദ്യം മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുക. പറയുന്ന എന്താണെന്ന് ആരെങ്കിലും വന്ന് കേട്ടാൽ. എന്നാലും ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്തപ്പോഴേ, സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തപ്പോഴേ ഒരു അർദ്ധനഗ്നയായിട്ടൊരു ഗേൾ വന്നെന്ന് പറഞ്ഞിട്ട് അത് പാടില്ലാന്ന് സിനിമാടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന സദസ്സിൽ നിങ്ങൾ പ്രോട്ടോക്കോളും അതിന് മുൻ ഫയലും പഠിക്കണം. ആരൊക്കെ വരുന്ന ആ സ്റ്റേജിൽ ഏത് ഡ്രസ്സ് എങ്ങനെയായിട്ട് വരുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് അത് പറയണം. മിനിമം ഡ്രസ് കോഡൊക്കെ വേണം. വേറൊന്നുമല്ല, ശരീരം മറിച്ച് ഓരോരുത്തരേ ഉള്ളൂ.
ആ പെണ്ണ് നെഞ്ചു പോലെ ഏതെടുത്ത് കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് പല പരാതി വന്നിട്ടുണ്ട്. കച്ചവടക്കാർക്ക് ആൾക്കൂടെ ആവശ്യമാണ്, പക്ഷെ മുഖ്യമന്ത്രിക്ക് അത് പാടില്ല. മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡേർഡും ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി ആഴത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ കാര്യം പറയുന്നത്, മുസ്ലിം സമുദായത്തിൽ പറയുന്നത്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അവധി തരണം. അത് തന്നാൽ അതൊരു ഉപകാരമാണ്. അതൊരു അവകാശമായിട്ടല്ല, ഔദാര്യമായിട്ടുമല്ല. അതൊരു പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ശനി അവധി വർക്കിംഗ് ഡേ ആവും. അപ്പോൾ വെള്ളിയാഴ്ച അവധി എടുത്താൽ ശനി വർക്കിംഗ് ഡേ, ഞായറാഴ്ച ഒറ്റ ദിവസം മാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുള്ളൂ. കാരണം നിത്യ കാര്യങ്ങൾ നടക്കാൻ സർക്കാർ ഓഫീസ് വേണമല്ലോ. അവിടുന്ന് ഫയൽ നീക്കാതെ ഒരു കാര്യം നടക്കില്ല. അതിനാണ് ചെയ്യണം. ഇത്രയും കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന വിട്ട് ഒരു കാര്യം പക്ഷേ കുറേ ദിവസമായി പറയും. ദിവസവും രാവിലെ അതിൽ പോകുമ്പോൾ പറയും, നമുക്ക് കലൂർ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കരുണാനിധിയുടെ കാലത്ത് വിമാനത്താവളം ഭാഗ്യമായിട്ടും സ്റ്റേഡിയം ഉണ്ടായി. ഉമ്മൻചാൻ്റെ കാലത്ത് വേണമെങ്കിൽ എൻ്റെ ഇതുണ്ടായി, മെട്രോ റെയിൽ എന്ന് പറയാം. പക്ഷേ ഈ പിണറായി 10 വർഷം ഭരിച്ചില്ല, ഏകപക്ഷീയമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥാപനം ഒരു ഉണ്ടാക്കാൻ പറ്റും. മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒന്നും ചെയ്തില്ല. അതുപോട്ടെ, സ്റ്റേഡിയത്തിന് ഈ അടുത്ത കാലത്താണ് കോടിക്കണക്കിന് രൂപ മുടക്കി. അതിൽ ചില ഒരു കമ്പനി ഫ്രീ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് ആ ടീമാണ്. ഇപ്പം അറിയാലോ, അവർ കണ്ടെത്താനെന്ന് പറഞ്ഞില്ലേ, ആ മരമുറി കേസ് പെട്ടതല്ല, അവരാണ് വെറുതെ 100-150 കോടി ഒറ്റ മുടിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ വിചാരിക്കും ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ബുദ്ധി പോയത് 150 കോടി രൂപ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറായെങ്കിൽ, എന്നിട്ട് തന്നെ ഇപ്പോൾ അവിടെ ഡെക്കറേറ്റ് കമ്പനിക്ക് 5-6 കോടി കൊടുക്കാനുള്ള പരാതിയുണ്ട്. അതിനേക്കാൾ 1000 ഇരട്ടിയുള്ള എന്തോ സാധനം ഒന്നുകിൽ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വരാനുണ്ട്. ഇതിനു വേണ്ടി കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത സാധനത്തിൻ്റെ കൂടെ അവർ പ്രതീക്ഷിക്കുന്ന, ഉദാഹരണം ഇപ്പോൾ ഈ മറ്റേ വില കൂടിയ സാധനങ്ങൾ IDMA പോലെയുള്ള അതൊക്കെ ഒരു കിലോയ്ക്ക് 200 കോടി രൂപ, ഇന്ത്യൻ രൂപ 200 കോടി ഉണ്ട് ഒരു കിലോയ്ക്ക്. ഒരു കിലോ സ്വർണ്ണത്തിൽ ഇപ്പോഴും ഒരു കോടി താഴെ ഉള്ളൂ. ഒരു കിലോ സ്വർണ്ണത്തിൽ ഇപ്പോഴും 80 ലക്ഷം ഒറ്റ വരുള്ളൂ, 1 കോടി വരുന്നില്ല. അപ്പോൾ 200 ഇരട്ടിയാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ എന്തോ സാധനം അതിൻ്റെ ഇറക്കുമാണ് വേണ്ടിയാണ് ഇത്രയും രൂപ കൂടെ. അല്ലെങ്കിൽ ഈ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് മെട്രോ എന്നിട്ട് സ്റ്റേഡിയത്തിന് വേണ്ടി ഈ 100-150 കോടിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് എവിടുന്ന് പണം കിട്ടുന്നു? അത് ശ്രദ്ധിക്കണം. ബുദ്ധിമാന്മാർ ശ്രദ്ധിക്കില്ല. എല്ലാം ചെയ്തോട്ടല്ലേ. നമ്മുടെ അണ്ടി ഇറക്കുമതിൽ 500 കോടി കൈക്കൂലി അഴിമതി എടുത്തിട്ടില്ലേ? അതിൽ കിട്ടി വീതം വെച്ച് എറണാകുളത്തൊക്കെ സ്ഥലങ്ങൾ വാങ്ങിച്ച ആൾക്കാർക്കറിയാം. എല്ലാ പാർട്ടിക്കാരുണ്ട്, BJP ഉൾപ്പെടെയുണ്ട്. വീതം പങ്കെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റേഡിയം യൂസേജ് ഫോഴ്സിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 5 ഗേറ്റാണ് സ്റ്റേഡിയത്തുള്ളത്. 2 മെയിൻ ഗേറ്റും 3 ചെറിയ ഗേറ്റും. ഈ 3 ചെറിയ ഗേറ്റിൽ 2 ഗേറ്റിലല്ലോ കടന്നു പോകുന്ന വഴിയിൽ ഗട്ടർ മാത്രമല്ല, കുണ്ട് കുഴിച്ചാൽ വണ്ടി ഒന്ന് ഓടിച്ചു വരാൻ വലിയ പ്രയാസപ്പെടുത്തി വെള്ളം കിട്ടും. അത് നിയമം ശരിയാക്കാൻ ഒരു 1000 രൂപയുടെ കോൺക്രീറ്റ് മതി, മെറ്റൽ മതി. ഇപ്പോൾ 2 സ്ഥലത്ത് 2000 രൂപ. ആ 2000 രൂപ ചെയ്തിട്ടില്ല. അശ്രദ്ധ. മറ്റൊന്ന്, ആര് ചോദിക്കാൻ? ഇപ്പം ഇതൊക്കെ ചെയ്ത് സ്റ്റേഡിയമൊക്കെ നന്നാക്കി കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ല. അതിൻ്റെ അപകടം എന്ന് വെച്ചാൽ എല്ലാം മതിൽ കെട്ടിപ്പോക്കി, ഉയരത്തിൽ കെട്ടിപ്പോക്കി, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒന്ന് പൊട്ടെന്ന് പുറത്ത് ചാടാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പ്രതീക്ഷിക്കാൻ വിട്ടുകളയാം. ആ 1000 2000 മണിക്ക് അവിടെ മെറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാത്തത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുതാണ്? അതിന് ചെയർമാനുണ്ടോ? താൻ നിൽക്കാൻ പാടില്ല അദ്ദേഹത്തിന്. പുതിയ ചെയർമാനെ വച്ചുള്ളത് നിൽക്കണം. ഗവൺമെൻറ് മാറിയെങ്കിലും പുതിയ ചെയർമാൻ വച്ചിട്ടില്ല. വന്നപ്പോൾ ഞാൻ പഠിക്കട്ടെന്ന് പറയും. ഇങ്ങനത്തെ ജനദ്രോഹ നടപടികളാണ് ഈ എല്ലാ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് മനുഷ്യ സ്നേഹവും രാജ്യ താല്പര്യവും രാജ്യസ്നേഹവും ഉണ്ടെങ്കിൽ ആ സ്റ്റേഡിയത്തിൻ്റെ 5 ഗേറ്റിൽ 2 ഗേറ്റ്, 3ാമത്തെ ഗേറ്റുണ്ട്, ഗേറ്റ് കൊണ്ടുകുഴിയാണ് 2 സ്ഥലത്തും. അത് ഇടുങ്ങിയ വഴിയാണ്, ഇടുങ്ങിയ ഗേറ്റുമാണ്. അത് വലുതാക്കാൻ പറ്റില്ല. അതിലൊക്കെ പൊളിച്ചു കൂട്ടി ആ ഗേറ്റിന് വലുതാക്കാൻ പറ്റിയില്ല. ബുദ്ധിശൂന്യരെ അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.